Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Vein Miracles. Co-powered by Green Bike UAE. Co-presents. This program is brought to you by DXN. ഞാൻ എന്താണോ പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയാണ്. പക്ഷേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. നമസ്കാരം, ഫോക്കസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം, DXN സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. DXN ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഹെഡ് മിസ്റ്റർ ജിജിത്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. DXNൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു സാർ. പക്ഷേ പ്രോഡക്റ്റുകളുടെ പേര് പറഞ്ഞതുള്ളൂ. ഒത്തിരി പേർക്ക് പ്രോഡക്റ്റുകൾ അറിയാം. എങ്കിൽ പോലും കുറേ പ്രോഡക്റ്റ് നമ്മുടെ പുറകിൽ ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, സോ DXN എന്ന് പറയുന്നത് മലേഷ്യ ആസ്ഥാനമായി 1993 മുതൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. സോ DXN ഏകദേശം 350-ലധികം പ്രൊഡക്ട്സ് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് DXN. അതിൽ DXNൻ്റെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമാണ്. ഗാനോഡർമ ലൂസിഡം എന്ന് പറയുന്ന പണ്ട് രാജാക്കന്മാർ മാത്രം കഴിക്കാൻ സാധിക്കുമായിരുന്ന ഒരു മഷ്റൂമാണ് ഗാനോഡർമ ലൂസിഡം. ഈ മഷ്റൂം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് തെറാപ്പിറ്റിക് എലമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒരു മഷ്റൂമാണിത്. ഇത് വളരെ റെയറായിട്ട് കണ്ടുവരുന്ന മഷ്റൂമാണ്. അത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DXN സ്വന്തമായി കൾട്ടിവേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് പൗഡർ ഫോമിലും ക്യാപ്സൂൾസ് ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും പിന്നെ പല ഫോമിലും ഈ ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് വി ആർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓൾ ഓവർ ദി വേൾഡ്. കോഫി ഇറ്റ്സ് വെരി ഫേമസ്. നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കോഫി കുടിച്ചു ലൈവായിട്ട് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടാത്തുണ്ട്. ബ്യൂട്ടി പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട്. നമ്മൾ ഈവൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് വരെയും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ്. നമ്മൾ അതെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ കോസ്മെറ്റിക് റേഞ്ച് തന്നെ നമുക്കുണ്ട്. പലതരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഈ ഗാനോഡർമ എന്ന് പറയുന്ന മഷ്റൂം ആഡ് ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ സ്പൈർലിന എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണിത്. ഇത് എല്ലാവരും ഇത് കഴിക്കണം. കാരണം നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം പലതരത്തിലുള്ള ഭക്ഷണം ഇന്ന് കഴിക്കുന്നുണ്ട്. ഇന്ന് ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുന്നത്. നമുക്ക് ന്യൂട്രിയൻസ് വളരെ കുറവാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈലിന എന്ന് പറയുന്ന ഒരു ബ്ലൂ ഗ്രീൻ ആൽഗെ ഇത് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 ടാബ്ലറ്റ്സ് എങ്കിലും കഴിക്കാൻ, 3 grams എവറിഡേ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിന് ഗ്രീൻ ബ്ലഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രൊഡക്ഷൻ, ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുക, അനീമിക്ക എന്ന സിറ്റുവേഷൻ ഇല്ലാതാവുക, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ സ്പൈലിന എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് കോഡിസെപ്സ് സിനൻസിസ്. ഇതൊരു ഹാഫ് കാറ്റർപില്ലർ ഹാഫ് മഷ്റൂം ആയിട്ടുള്ള ഒരു മഷ്റൂമാണിത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂൺ പവർ ബൂസ്റ്റ് ചെയ്യാനും ഇത് സ്പോർട്സ് അത്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതാണിത്. ഇത് ആക്ച്വലി ഇതിൻ്റെ വൈൽഡ് ഫോമിലുള്ള കോഡിസെപ്സ് എന്ന് പറഞ്ഞാൽ ഒരു കിലോന് $10,000 വിലയുണ്ട് ഇതിന്. ഇത് ടിബറ്റിലും ഹിമാലയൻ റേഞ്ചിലുമാണ് ഇത് കണ്ടുവരുന്നത്. അത് നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് DXN ടിഷ്യൂ കൾച്ചർ മെത്തേഡും പ്രോസസ്സിങ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ എക്കണോമിക് റേറ്റിൽ നമുക്കിത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ DXN ഉണ്ട്. ദിസ് ഈസ് അനദർ പ്രോഡക്റ്റ്. ഇറ്റ്സ് കോൾഡ് മൈക്കോവെജി. ഇത് മിക്സ്ചർ ഓഫ് ഒരുപാട് ഏകദേശം 18-ലധികം ഹെർബ്സും ഫ്രൂട്ട്സും മഷ്റൂംസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോസ് പൗഡറാണ്. ഇത് നമുക്ക് വെയിറ്റ് റിഡക്ഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഒരു ലഞ്ചോ ഒരു ഡിന്നറോ സ്കിപ്പ് ചെയ്തിട്ട് ഇത് നമ്മുടെ യോഗേർട്ടിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം വെയിറ്റ് റിഡക്ഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഇവിടെ ഷുഗർ, ഫൈൻ വിത്ത് ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ദെൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് അവൈലബിൾ ആണ്. ടൂത്ത് പേസ്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഒത്തിരി
പ്രോഡക്ട്സ്, ഈവൻ കുട്ടികൾക്കുള്ള മിൽക്ക് ഷേക്ക് അതിൽ ഉള്ളത്, അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ടൂത്ത് പേസ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് വളരെ ഇതായിരിക്കും. കാരണം ഈ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് ക്രീമാണ്. ഇതിൽ ടൂത്ത് പേസ്റ്റ് ആണ് ഇതിൽ മെൻതോൾ ഉണ്ട്, ഫുഡ് ജെൽ ഉണ്ട്, ഗാനോഡർമ ലൂസിഡ് എന്ന് പറയുന്ന ഈ മഷ്റൂമിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ മോണ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിന് ഇതൊരു സൊല്യൂഷനാണ്. ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ മോണ സംബന്ധിച്ചുള്ള പല പ്രോബ്ലംസിന് ഇത് വളരെ നല്ലൊരു സൊല്യൂഷൻ. ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്ത ആള് പിന്നെ മറ്റൊരു ബ്രാൻഡിലേക്ക് പോയില്ലായിരുന്നു. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണിത്. സോ ഈ എല്ലാ പ്രൊഡക്ട്സും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെയാണ്. എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം? ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ദിവസവും നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, അത് മറ്റു പല കമ്പനികളുടെയാണ്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എത്രയോ വർഷങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് എക്സ്ട്രാ ഉണ്ടോ? ഇല്ല. നമ്മൾ അതിൽ നിന്ന് മാറി ഈ ഒരു DX എന്ന് പറയുന്ന ഗാനോസി ടൂത്ത് പേസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ആ മാർക്കറ്റിങ്ങിന് വെച്ചിരുന്ന ഒരു എമൗണ്ട്, എല്ലാ പ്രൊഡക്റ്റും മാർക്കറ്റിങ്ങിന് ഒരു പോർഷൻ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, അത് തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുകയും അവരത് ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് ആയിട്ടും അല്ലെങ്കിൽ അതൊരു ബോണസ് ആയിട്ടും ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം. ഓക്കെ, യു ഷിഫ്റ്റ് ദ ബ്രാൻഡ് ആൻഡ് യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ കമ്മീഷൻ ഓർ ബോണസ് that would have gone for advertising and middlemen. അപ്പോൾ അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റം. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റ് ചെയ്യുന്നത് ആ ഡയറക്റ്റ് സെല്ലിംഗ് സിസ്റ്റത്തിലൂടെയാണ്. വി ഡോണ്ട് സെൽ ഇറ്റ് ഇൻ ഫാർമസി ഓർ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ വിൽക്കുന്നില്ല. സോ അതാണ് DXന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. DXന് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ എല്ലാ പ്രൊഡക്ട്സും മാർക്കറ്റിൽ നിന്നുള്ള പ്രൊഡക്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊണ്ടും അതിൻ്റെ പ്രോസസ്സിംഗ് കൊണ്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. സോ DXN എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഡക്ട്സും എന്തൊക്കെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടോ അതൊക്കെ ഡിഫറെൻറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും എല്ലാ പ്രൊഡക്ട്സും. സോ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് DXN ബിസിനസ്. DXന്റെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നോർമലി DXനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഇപ്പോൾ നമ്മുടെ ഒരു ഷോ കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയി, അവർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വേണം. സോ എങ്ങനെ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും? എവിടെ നിന്നാണ്? എന്താണ് അതിനോടുള്ള മെത്തേഡ്? DXന് പല രാജ്യങ്ങളിലും ഏകദേശം 150-ലധികം രാജ്യങ്ങളിൽ DXന്റെ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ഇന്ന് ഇന്ത്യയിലും അവൈലബിൾ ആണ്. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ഉണ്ട്. പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മുടെ സർവീസ് സെൻറ്റേഴ്സും ബ്രാഞ്ചസും ഉണ്ട് ഇന്ത്യയിൽ ഒട്ടുക്കും. സോ DXN2U.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം ഡയറക്റ്റ്ലി. പിന്നെ എല്ലാ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. ഇവിടെ ചേർന്ന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ് മെമ്പർഷിപ്പ്. നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴും ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരികയും അതിൽ നിന്ന് ഡിസ്കൗണ്ടും പിന്നെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് മാത്രമല്ല, അതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് കൂടിയാണ് DXന്റെ ഒരു പ്രത്യേകത. നിങ്ങൾ റെക്കമെൻഡ് ചെയ്യും, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമല്ല വെൽത്ത് ബെനിഫിറ്റും കൂടി കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി DXനിലുണ്ട്. DXN ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 സെഗ്മെൻറ്റിലൂടെ നമുക്കത് തീരില്ല. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. നമസ്കാരം. ആയുർമന ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ സിലിക്കൺ ഒയാസിലുള്ള ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിനകത്താണ്. ആയുർവേദത്തിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ആയുർവേദയുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുമി അശോകാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. മെയിനായിട്ട് എന്തൊക്കെ കേസസ് ആണ് ഈ ഒരു സിലിക്കൺ ഒയാസ് ബ്രാഞ്ചസിൽ വരുന്നത്? നമുക്ക് ഒരുവിധം എല്ലാ വിധത്തിലുള്ള കേസസും നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സോറിയാസിസ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് എൻക്വയറി വരുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ ബാക്ക് പെയിനിന് എത്രയാണ് പാക്കേജ്, അങ്ങനത്തെ രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും ആയുർവേദത്തിനെ മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു. കാരണം ആയുർവേദത്തിൽ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. രോഗിക്കാണ് ചികിത്സ,
അതായത് ഇപ്പോൾ ഒരു ബാക്ക് പെയിനുള്ള 2 പേര് വന്നാലും ചിലപ്പോൾ 2 ആൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചികിത്സ. അപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമൈസ്ഡ് പ്ലാനാണ് നമ്മളെപ്പോഴും കൊടുക്കുക. അപ്പോൾ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം, ചിലപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മളിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എടുത്തിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ന് കാലത്ത് നമ്മൾ ഈ ഫിസിക്കൽ എയിൽമെൻറ്റ്സിന് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഇവിടെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫിൽ സ്ട്രെസ്സും കൂടി ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഞങ്ങളുടെ സെഷൻസ് ഒക്കെ തന്നെ വളരെ റിലാക്സിങ്ങും കൂടിയാണ്. അപ്പോൾ പാരലലി അതും കൂടി നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. ആയുർവേദയിലെ ഡോക്ടർ ശ്രുതിയാണ് ഇനി നമ്മളോടൊപ്പം ചെയ്യുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ചെയ്തു. ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതാണ് പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് നോർമലി വീടുകളിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ആയുർവേദിക് സെന്ററുകളിലും പോയി നിന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇവിടെ ആയുർവേദയിൽ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ്? ഇവിടെ നിൽക്കാൻ സൗകര്യമുണ്ടോ, അല്ലെങ്കിൽ വന്ന് പോവുകയാണോ, എങ്ങനെയാണെന്നുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും അതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു സർവീസാണ് പോസ്റ്റ്നേറ്റൽ കെയർ. നമുക്കറിയാം പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയുടെ ശരീരം ഒരുപാട് ഫിസിക്കൽ ആൻഡ് ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരുപാട് സ്ട്രെയിനിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പം ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഒരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നതാണ് എന്നതാണ് ഈ ഒരു പോസ്റ്റ്നേറ്റൽ കെയറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ക്ലിനിക്കിലും സർവീസ് അവൈലബിൾ ആണ്. അതുകൂടാതെ നമ്മൾ ഹോം സർവീസസും ചെയ്യുന്നുണ്ട്. പോസ്റ്റ്നേറ്റൽ കെയർ കൂടാതെ നമ്മൾ പ്രീനേറ്റൽ കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അധികം വർക്കിംഗ് ആയിരിക്കും. അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അത് ഈ ഒരു പ്രഗ്നൻസിയുടെ അസോസിയേറ്റ് ചെയ്ത് അവർക്ക് നെക്ക് പെയിന്, ഫുഡ് പെയിന് അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പം ആയുർവേദ വിധി പ്രകാരം നമ്മൾ ഒരു 5 മാസത്തിന് ശേഷം ധാനുദ്രം തൈലം പോലുള്ളവ തേച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ അതിനുള്ള സൗകര്യം, അതായത് നോർമലി ഇപ്പം വീട്ടിൽ അവർക്ക് ഇരുന്ന് ഈ ഒരു എണ്ണ തേച്ച് കുളിക്കുന്നതിനൊക്കെ ഒരു മടി ഉണ്ടാവും. അപ്പം ഈ ഒരു നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ദുബായിൽ സിലിക്കൺ ഒയാസിലുള്ള ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലാണ് നമ്മളുള്ളത്. ഡോക്ടേഴ്സ് 2 പേരും മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും എടുത്തു പറയേണ്ടത് മേജറായിട്ടുള്ള എല്ലാ ഇൻഷുറൻസും ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ട്രീറ്റ്മെൻറ്റുകളുടെ പേരെല്ലാം ഒരുപോലെയാണെങ്കിലും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അവരുടെ ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻ എല്ലാം നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെ, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ തണുപ്പ് കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒന്നും തന്നെ യാതൊരു ഹാനികരമില്ല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അതിന് ട്രീറ്റ്മെന്റ് വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സെന്റർ തന്നെയാണ് ആയുർവേദിക് ആൻഡ് പഞ്ചകർമ്മ സെന്റർ. ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നമസ്കാരം. ഒരു എക്സ്പീരിയൻസിലൂടെ തൻ്റെ ലൈഫിന്റെ ഡ്രീം എന്താന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പ്രയത്നിച്ച് പിന്നെ തൻ്റെതായിട്ടുള്ള സ്വപ്ന സാക്ഷാത്കാരം. യെസ്, സ്റ്റാർട്ടിംഗ് അപ്പ് ആൻ ഓൺ കമ്പനി, then leading to a group of companies. I'm talking about Desert Rose Tourism LLC. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡെസേർട്ട് റോസ് ടൂറിസം LLCയുടെ ആദരണീയനായ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അൻഷാർ ആണ്.
വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇപ്പോ അബുദാബിയിലും ദുബായിലും പിന്നെ ഇപ്പൊ UK ലും. UK-ലും ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരു ഡ്രീം എന്താണ്? What is ഇത് it? ഞങ്ങൾ നെക്സ്റ്റ് ഡ്രീം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഞങ്ങളൊരു പുതിയ റിസോർട്ടിന്റെ അതാണ് ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay. നെക്സ്റ്റ് മന്ത് ഓവർ ആയിരിക്കും. അതൊരു പ്രീമിയം ഒരു 200 to 300 പീപ്പിളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പും കൂടിയിട്ടാണത്. ബ്രില്യൻറ്റ്. ഓക്കെ, വെരി നൈസ്. പിന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി പ്രിക്കോഷൻസ് പലതുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇഫ് യു കുഡ് ബ്രീഫ്ലി എലാബറേറ്റ്. ഇവിടെ ഫസ്റ്റ് ഇവിടെ വരുന്ന ഇപ്പോൾ ലാംഗ്വേസർ അബുദാബിന്ന് പിക്ക് ചെയ്ത് ഡെസേർട്ടിൽ എത്തി കഴിഞ്ഞാൽ അതിന് ആദ്യം ഞങ്ങൾ എയർ അതിന്റെ ഡീഫ്ലാറ്റ് ചെയ്യും. അതൊരു 15 PSI ആണ് ഞങ്ങൾ കീപ്പ് ചെയ്യാം. ഓക്കെ. അവിടുന്ന് അത് നോർമൽ റോഡിന് 30 to 35 PSI ആണ് കീപ്പ് ചെയ്യുക. ഓക്കെ. പിന്നെ ഡ്യൂൺ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. ഈ എല്ലാ വെഹിക്കിളിലും അതിൽ റോൾ ബാർ ഉണ്ടായിരിക്കും, ഗേൾസ് ഉണ്ടാവും, ജാക്ക് ഉണ്ടാവും, കമ്പൾസർ ഉണ്ടാവും, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് എല്ലാ വെഹിക്കിളിലും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു കോൺവേ ആയിട്ടാണ് ഞങ്ങൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുക. അതിനൊരു ലീഡർ ഉണ്ടായിരിക്കും, ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. ലീഡറാണ് ഈ കോൺവേ ലീഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും. ബാക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈവൻ എന്തെങ്കിലും ആളുകൾക്ക് വരുന്ന ഗസ്റ്റ് എന്തെങ്കിലും സിക്കായി അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കപ്പ് കാർ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഏറെ ഉണ്ട്. നമ്മൾ എത്ര പ്രീ പ്ലാൻ ചെയ്താലും യു നെവർ നോ. എത്ര ഷോർട്ട് ഡ്യൂറേഷൻ എന്താന്ന് പറഞ്ഞാലും ഷുവർ അഗ്രി. പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കാറുള്ള വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ദിസ് ഇസ് വെരി മച്ച് ഫോക്കസ്ഡ് ആണ്, ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് എൻട്രി ആവുമ്പോൾ ഇവിടെ എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കുന്നത് ക്യാമൽ റൈഡ് ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എല്ലാം മോണിറ്റേർഡ് ആട്ടോ, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അതുപോലെ തന്നെ കോഡ് ബൈക്കുകളുണ്ട്, ബൈക്ക് ഉണ്ട്, ബഗ്ഗീസ് ഉണ്ട്. ക്യാമ്പിന്റെ ഉള്ളിൽ തന്നെ ഫാൽക്കൻ ഉണ്ട്, അറബിക് കോസ്റ്റ്യൂം ഉണ്ട്. പിന്നെ എന്റർടൈൻമെന്റ് ആണെങ്കിൽ ബെലി ഡാൻസ്, തന്നൂറ, ഫയർ ഷോ, ശീഷ സ്മോക്കിംഗ്, ബാർബിക്യൂ ഡിന്നർ. പിന്നെ ഈ ക്യാമ്പിന്റെ ഒരു ഹൈലൈറ്റ് പ്രത്യേകത പറയാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബാക്ക് സൈഡിൽ ഒരു 100 മീറ്റർ ഹൈറ്റിൽ ഒരു ഡ്യൂൺ ഉണ്ട്. ഇപ്പൊ സാൻസ്കിക്ക് ലോങ്ങിൽ എങ്ങോട്ടും പോകണ്ട, വെരി ക്ലോസ് ആണ്, ജസ്റ്റ് ബാക്കിലാണ്. അപ്പൊ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേരെ അവരെ വിട്ടിട്ട് അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലം കൂടിയിട്ടാണ് അത്. നല്ലൊരു പിന്നെ ക്യാമ്പ് ഇസ് കംപ്ലീറ്റ്ലി CCTV മോണിറ്റർഡ് ആൻഡ് അറ്റ്മോസ്റ്റ് സേഫ്റ്റി പ്രയോറിറ്റി എല്ലാം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് സഫീഷ്യന്റ് സ്റ്റാഫ് ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ എല്ലാ ദിവസവും 200 to 300 ഗസ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ. കേറ്റർ ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ് ക്യാമ്പിനെടുക്കുക? 1000 ആണ്. വാവ്, നൈസ്. ആൻഡ് ഇനിയും നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കേണ്ടായി. താങ്കൾ തന്നെ പറഞ്ഞോളൂ. ഇപ്പം ഡെസേർട്ട് റോസ് ടൂറിസം LLC അത് കൂടാണ്ട് ഇപ്പൊ നമുക്ക് സിസ്റ്റർ കൺസേൺസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന്? അതിപ്പോ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇതിന്റെ അണ്ടറിൽ. പിന്നെ ഗോൾഡൻ ഷൈൻ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഫെസിലിറ്റി കമ്പനി ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ അണ്ടറിൽ ഉള്ളത്. ഞങ്ങൾ ഒരു DRT ഗ്രൂപ്പ് ഓഫ് കമ്പനി ആക്കിയിട്ടുള്ളതാണ്. ഈ ക്യാമ്പിന് അടക്കം ഞങ്ങൾ വർദ്ധത്തൽ സഹറാത്ത് എന്നുള്ള പേരാണ് കൊടുക്കുന്നത് പുതിയ വരുന്ന ക്യാമ്പിന് പോലും. ഓക്കെ. പുതിയ ക്യാമ്പ് ഇനിയും ഏത് ഡെസേർട്ടിലാണ്? ഇത് ഇവിടെ അടുത്ത് തന്നെ, ഇവിടുന്ന് ജസ്റ്റ് ഒരു 200-300 മീറ്റർ. ദിസ് ഈസ് അൽ ഖത്തീം ഡെസേർട്ട് ബൈ ദ വേ. അപ്പം ഇവിടുന്ന് അടുത്ത് തന്നെയാണ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ താങ്കളുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ താങ്കൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെ സെൽഫ് മോട്ടിവേഷൻ എന്തിലൂടെയാണ് ലഭിച്ചത്? ലൈക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് മൊമെന്റ്സും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും കോട്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. താങ്കളെ ഏറ്റവും കൂടുതൽ വാട്ട് കെപ്റ്റ് യു ഗോയിങ്? പ്രയേഴ്സ് പറഞ്ഞു, ഫാമിലി സപ്പോർട്ട് പറഞ്ഞു, അതല്ലാണ്ട് നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന അല്ലെങ്കിൽ എന്റെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, എന്റെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫാണ്. അവരെ കുറിച്ചിട്ട് അവര് ഒപ്പം നിൽക്കുന്ന അവര് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന പിള്ളേരാണ്. അപ്പൊ അവരെ എങ്ങനെയാണ് ഈ കമ്പനി എത്രയും മുന്നോട്ട് പോകുന്നത് അതുപോലെ ആയിരിക്കണം എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും ഇതേപോലെ അവര് ഫാദറിന്റെയും മദറിന്റെയും പ്രാർത്ഥന, ഇതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. അതെ അല്ലേ? അപ്പം ആ ഒരു ഫാമിലി ബോണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയും അതിന്റെ ഒരു എന്താ പറയാ സീക്രട്ട് ഓഫ് സക്സസ് അല്ലേ? അതെ, തീർച്ചയായും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഹാർഡ് വർക്ക്. പറയല്ലോ, there is a secret behind every successful business. Yes, it's a teamwork. It's a teamwork. Teamwork makes dream work. Yeah, exactly. Okay. പിന്നെ one Land Cruiser നിന്നും that is very motivational. അതാണ് even I got a slip of the tongue. So from one Land Cruiser now Desert Rose Tourism holds a capacity of almost പറഞ്ഞോളൂ
എത്ര ലാൻഡ് ക്രൂസേഴ്സ്? ലാംഗ്വേജ് ഓൾമോസ്റ്റ് നമുക്ക് 35 ലാംഗ്വേജസ് ഉണ്ട്. അതുപോലെ തന്നെ ബസ് ഉണ്ട്, ലക്ഷറി ബസ്സുകളുണ്ട്, പിന്നെ പ്രീവിയ ലക്ഷറി കാർസ്, BM ഉണ്ട്, മെർച്ചഡീസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലീറ്റുകളുള്ളത്. ഓക്കെ, അതായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിൽ മാക്സിമം സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്, മേക്ക് ഷുവർ ദേ ആർ വെരി ഹാപ്പി ആൻഡ് ദേ ഫീൽ മച്ച് മോർ ഹാപ്പിയർ ടു കം ബാക്ക്. അതും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരു തവണ വന്നു എൻജോയ് ചെയ്തു ടാറ്റാ ബൈ ബൈ അല്ല, വീണ്ടും തിരികെ വരാൻ തോന്നണം അവർക്ക്. അത്തരത്തിലുള്ള രീതിയിലുള്ള സർവീസ് ആണ്. ആൻഡ് താങ്കൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഹാപ്പി ആയിട്ട് തോന്നിയത്, ഒരു ഡെസേർട്ട് സഫാരി പോയപ്പം താങ്കൾ പല നാഷണാലിറ്റി ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുന്നു, അതിന്റെ ഭാഗമാക്കാവുന്നു. ആൻഡ് നമുക്ക് UAE എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ്സ് എ ഹോം അവേ ഫ്രം അതിന്റെ ആംബിയൻസ് മാക്സിമം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു ക്യാമ്പിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് ലഭിക്കുകയാണല്ലേ? ആൻഡ് യു മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. അപ്പം അവിടെയും ഒരു ഐഡിയ സ്പാർക്ക് ആയത് എവിടുന്നാണ്? ഈ ഒരു സഫാരിയിൽ നിന്നാണോ അതോ? സഫാരിയിൽ നിന്ന്, തീർച്ചയായിട്ടും സഫാരിയിൽ നിന്ന് തന്നെ. ആ ഒരു സഫാരിയിൽ നിന്നും തീർച്ചയായിട്ടും. എന്തായാലേ വാവ്. പിന്നെ താങ്കൾക്ക് ഇനിയും ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസി മലയാളികൾ UAE-ലും GCC-ലും ഒക്കെ ഉണ്ടാവും. അവരോട് താങ്കൾക്ക് പറയാനുള്ള ഒരു എനിക്കിതിൽ പറയുന്നത് മെയിൻ ഇമ്പോർട്ടന്റ് 5 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്റൻഷൻ, ലോയൽറ്റി, ഹാർഡ് വർക്ക്, ടീം വർക്ക്, പിന്നെ അതേപോലെ സ്പിരിറ്റ്. ഓക്കെ, നെവർ ഗെറ്റ് ഇറ്റ് ലോ, കീപ് ഇറ്റ് ഹൈ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. തീർച്ചയായിട്ടും ലൈഫാണ് അല്ലേ, ഹൈ ആൻഡ് ലോ എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ പുള്ളി പറഞ്ഞ പോലെ നെവർ ലെറ്റ് യുവർ സ്പിരിറ്റ് ഗോ ലോ ആൻഡ് കീപ് യുവർ ഇന്റൻഷൻസ് വെരി സ്ട്രേറ്റ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സമാധാനമായിട്ട് അങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ടീം മാത്രം വർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ മുതലാളി എന്ന് പറഞ്ഞിരുന്നിട്ടും കാര്യമില്ല. സോ ഹീസ് എ മാൻ ഹു എൻജോയ്സ് വർക്കിംഗ് വിത്ത് ദ ടീം. അത് നേരിട്ട് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്കും സാധിക്കും. സോ enjoy the service. It's Desert Rose Tourism LLC. Thank you so much. Thank you so much. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള വിശാലമായ ഷോറൂമിലാണ്. നമുക്കിന്ന് ഇവിടുത്തെ എല്ലാ പറക്കാട് ജുവൽസിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് പ്ലസ് ഐഡൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് ആയിക്കോട്ടെ, ലോങ് ആയിക്കോട്ടെ, ബ്രോഡ് ആയിക്കോട്ടെ, ഏറ്റവും സിമ്പിൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള നെക്ലേസുകളും ഉണ്ട്. അതും നമ്മളുടെ ഡയമണ്ട് പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ശ്രേഷ്ഠ കളക്ഷൻസ് വരുന്നുണ്ട്, ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ശ്രേഷ്ഠ കളക്ഷൻസ്. പിന്നെ നമ്മളുടെ ഗോൾഡൻ ഫിനിഷ് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡിൻ്റെ ആ ഒരു ഷെയ്ഡിലുണ്ട്. ട്രഡീഷണൽ വെയേഴ്സ് ഉണ്ട്, പാലക്ക, മുല്ലമുട്ട് പോലുള്ളവ. അപ്പോൾ ഇനി മറ്റ് കളക്ഷൻസ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വളകിലുക്കം. കണ്ടോ, വളകൾ നോക്കിയേ, ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് റൂബി, എമറാൾഡ് അങ്ങനെയുള്ള സ്റ്റോൺസിലും വൈറ്റ് സ്റ്റോണിലും എല്ലാം ചെയ്തിട്ടുള്ള അൺകട്ട് ഡയമണ്ട് പാറ്റേൺ ഉണ്ട്. പിന്നെ അടുത്തത് കാണാം, കേട്ടോ, ബ്രേസ്ലെറ്റ് ബാംഗിൾസ്, പിന്നെ റൂബി പോട്ട എമറാൾഡിലുള്ള ബാംഗിൾസ്, സ്ക്രൂ ബാംഗിൾസ്. നമ്മുടെ പറക്കാട്ടിൻ്റെ ഏറ്റവും പുതിയ ബ്രാൻഡായിട്ടുള്ള പ്രീമിയം സർട്ടിഫൈഡ് ക്യൂബിക് സിർക്കോണിയ സ്റ്റോണിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ബാംഗിൾ കളക്ഷൻസ് ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് പത്മ ജംഗ്ഷനിലെ ഷോറൂമിൽ നമുക്ക് ലേഡീസ് കളക്ഷനെ കഴിഞ്ഞ് കൂടുതലായിട്ട് ജെൻസിൻ്റെ ഓർണമെൻറ്റ്സിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ജെൻസിൻ്റെ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ പെരിച്ചാഴി ലോക്കറ്റ്. ഇനി വേറൊന്നുമില്ല, ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഫിലിമിലൊക്കെ ഉണ്ടായിരുന്ന പറക്കാട്ടിൻ്റെ ഒരു ഡമരു ലോക്കറ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ ചെറിയൊരു ക്യൂട്ടായിട്ട്
ഒരല്പം വേറൊരു പുതിയ വേർഷൻ. ഇനി ജെൻസിന് പറ്റിയ നല്ലൊരു പുലിനകം മോഡൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് ജെൻസിൻ്റെ അടിപൊളി. ഇതിൻ്റെ സിംഗിളുണ്ട്, ഡബിളും ഉണ്ട്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ. ജെൻസിനൊക്കെ വേണേൽ കുരിശ് ഒക്കെ ധരിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ ക്രോസ് ഇതേപോലുള്ള നല്ല സ്റ്റോൺ വെച്ചിട്ടുള്ള ക്രോസ് ഉണ്ട്. ഇനി ചെറിയ കമ്പിക്കുരിശ് തൊട്ട് ഉണ്ട് കേട്ടോ. വേറൊരു മോഡലും കൂടെ കാണിക്കാം. ഇത് ഉണ്ടോ, സൈക്കിളാണ്. സൈക്കിള് അല്പം എക്സസൈസൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് സൈക്കിളാവാം. പിന്നെന്താ, നമ്മുടെ ജാഗ്വർ മോഡലിൽ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് മാറ്റ് ഫിനിഷും സ്റ്റോണും കട്ടിങ്ങും എല്ലാം വരുന്ന ഒരു അടിപൊളി മോഡലാണ് കേട്ടോ. ഇവിടെ വരുന്നത് ഒരു സിംഹത്തല വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പീസാണ്. ചെറുതാണ് എങ്കിലും. ഇനി ജെൻസിന് പറ്റിയ രീതിയിൽ ഇതേപോലെയുള്ള ഏലസുകൾ, പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇനി നമ്മുടെ ഐഡൽ കളക്ഷൻസ്. ഐഡൽ കളക്ഷൻ എന്ന് പറയുമ്പോൾ ശബരിമല സീസണാണ്. നമ്മുടെ അയ്യപ്പ സ്വാമിയെ നമ്മൾക്ക് ഇവിടെ കാണാം. 18 പടിയും ചവിട്ടി കയറി വരുമ്പോൾ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ ഒരു മോഡലിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വലിയ ആനക്കുട്ടന്മാരുണ്ട്. നമ്മുടെ വുഡൻ ബേസിലെല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല ആനക്കുട്ടന്മാർ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കൃഷ്ണ ഭഗവാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ആഭരണ വിശേഷങ്ങളും ഐഡൽ കളക്ഷൻ്റെ വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾക്ക് പറക്കാട് ജുവൽസിൻ്റെ ന്യൂ ഫാഷൻസ് നെക്സ്റ്റ് വീക്ക്. TXM, one world, one market. ഹാപ്പി ലാൻഡ് സ്പെഷ്യലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. ഇന്ന് ഞാനുള്ളത് ഷാർജ ബുവേലിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇന്ന് ഇവിടെ പർച്ചേസിംഗ് എത്തുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആണ് നിങ്ങൾ ഫുള്ളി കാണാൻ പോകുന്നത്. അപ്പം തന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഹാപ്പി ലാൻഡിലേക്ക് പോകാനുള്ള ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില കുസൃതി ചോദ്യങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിക്കും. അതിന് ആൻസേഴ്സ് പറയുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കാൻ പോകുന്നത്. ഹാപ്പി ലാൻഡിനെ കുറിച്ച് പിന്നീട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഹാപ്പി ലാൻഡ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ട്രിവാൻഡ്രത്തുള്ള ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഹാപ്പി ലാൻഡ് സ്പെഷ്യൽ നെസ്റ്റോയിൽ പർച്ചേസ് ചെയ്യാൻ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഫാമിലി നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോവാണ്. പേരെന്താണ്? എൻ്റെ പേര് തൗഫീഖ്. തൗഫീഖ്. പേരെന്താണ്? സജിന. സജിന. അസിൻ. അസിൻ. മോളുടെ പേരെന്താണ്? ഐറിൻ. ഐറിൻ. ഓക്കെ. നാട്ടിലെവിടെയാണ്?
നാട്ടിൽ ഞങ്ങൾ മലപ്പുറം മമ്പാട് എന്ന സ്ഥലത്താണ്. മലപ്പുറത്താണ്. രണ്ടുപേരും മലപ്പുറമാണോ? ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. ആൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. മോൻ എവിടെ പഠിക്കുന്നു? ഞാൻ ഗൾഫ് ഫാഷൻ ഇംഗ്ലീഷ്. ഗൾഫ് ഫാഷൻ സ്കൂളിലാണോ? എത്രാം ക്ലാസ്സിലാണ്? 7th പഠിക്കുന്നത്. ഓക്കെ. ദുബായ് എയർപോർട്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ യു എത്തിയിട്ട് ഒത്തിരി വർഷമായോ? ഓ, യു എത്തിയിട്ട് ഒത്തിരി വർഷമായി. 12 വർഷത്തോളം. ആളോ? ഞാനും ആ ഒരു സമയത്ത് മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നല്ലേ? ആ സമയത്ത് ഇവിടെ ഷാർജയിലാണോ താമസിക്കുന്നത്? താമസം ഇവിടെ ഷാർജ തന്നെ. അപ്പം മുവേലയിൽ നെസ്റ്റോലായിരിക്കുമല്ലോ? ഓ, ഇവിടെ തന്നെയാണ് കൂടുതലും പർച്ചേസിങ്ങിന് ഇവിടെ തന്നെയാണ് വരുന്നത്. മറ്റു ബ്രാഞ്ചുകളിലേക്ക് പോകാറുണ്ടോ? അവിടേക്കും പോകാറുണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക് പോയി ഇഷ്ടമാണോ? നല്ല ഇഷ്ടമാണ്. ട്രിവാൻഡ്രത്ത് അറിയോ? ട്രിവാൻഡ്രം സ്ഥലം അറിയാലോ? ട്രിവാൻഡ്രം പോയിട്ടുണ്ടോ? ഹാപ്പി ലാൻഡിൽ പോയി ഇഷ്ടമാണോ? ഹാപ്പി ലാൻഡ് അറിയോ? കേട്ടിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഗൂഗിളിൽ നോക്കിയത് കേട്ടോ. ഒത്തിരി റൈഡ്സ് ഉണ്ട്. പിന്നെ ഹാപ്പി ലാൻഡ് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങളോട് പറയാം. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഹാപ്പി ലാൻഡ് എന്ന് പറയുന്നത്. വാട്ടർ റൈഡൊക്കെ ഇഷ്ടമാണോ? ഒത്തിരി വാട്ടർ റൈഡ് ഉണ്ട്. ഒത്തിരി ഔട്ട്ഡോറും ഇൻഡോറും ഒക്കെ റൈഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ പറയാന്നുണ്ടെങ്കിൽ ഹാപ്പി ലാൻഡിലേക്ക് പോകാനുള്ള ഗിഫ്റ്റ് വോച്ചർ കിട്ടും. ഇനി നാട്ടിലേക്ക് ഉടനെ പോകുന്നുണ്ടോ? ഡിസംബറിൽ പോകുന്നുണ്ട്. ഡിസംബറിൽ പോകുമ്പോൾ അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് വന്ന് ട്രിവാൻഡ്രത്ത് പോയി ഹാപ്പി ലാൻഡിൽ പോയിട്ട് അടിച്ചു പൊളിക്കാം അല്ലേ? അവൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പോൾ ഹാപ്പി ലാൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് വോച്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ചോദ്യമാണ്. കണ്ണ് കാണുന്നവനും കണ്ണ് കാണാത്തവനും ഒരുപോലെ കാണാൻ പറ്റുന്ന എന്താണ്? യെസ്, സ്വപ്ന. ആൻസർ കറക്റ്റാണ്. കുറച്ച് ഈസി ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ആയിപ്പോയില്ലേ? എനിക്ക് ആൻസർ മനസ്സിലായില്ലായിരുന്നു? മനസ്സിലായി. പറയണമെന്നാണല്ലേ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? സ്കൂൾ അടിപൊളിയാണോ? ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടോ? ഇവിടെ തന്നെയാണോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ? അല്ല, നാട്ടിലായിരുന്നോ? കഴിഞ്ഞ വർഷം മുതലാണ് ജോയിൻ ചെയ്തത്. കഴിഞ്ഞ വർഷം മുതലാണോ ഇവിടെ ജോയിൻ ചെയ്യുക? അതിന് മുന്നേ നാട്ടിലായിരുന്നോ? സോ അപ്പോൾ ഇന്നത്തെ പർച്ചേസിങ്ങിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അല്ലെങ്കിൽ നോർമലി ഈ ഒരു ദിവസമാണോ പർച്ചേസിങ്ങിന് വരുന്നത്? ഇന്നത്തെ പർച്ചേസിന്റെ പ്രത്യേകത ഇവളെ ബർത്ത്ഡേ ആയിരുന്നു. ഓക്കെ, മൊബൈല് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഓ, ഹാപ്പി ബർത്ത്ഡേ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ കഴിഞ്ഞു, പക്ഷേ ഗിഫ്റ്റ് ഇപ്പോഴാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സന്തോഷമില്ല? ഒത്തിരി സന്തോഷമുണ്ട്. മൊബൈൽ ഫോണാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാ വർഷവും ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാറുണ്ടോ? എല്ലാ വർഷവും ഒന്നുമില്ല, എന്നാലും അതൊരു സുഖമാണ്. എല്ലാ വർഷവും എനിക്ക് വേണം. എല്ലാ മാസവും അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ അത് കുഴപ്പമില്ലേനെ. മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് 2.5 വയസ്സായി അല്ലേ? ഡിസംബറിൽ വെക്കേഷൻ പോകാമെന്ന് മോൻ പറഞ്ഞു. എല്ലാ വർഷവും ഇത് വെക്കേഷൻ പോകുന്നതാണോ അതോ ജസ്റ്റ് പോയി? വെക്കേഷൻ നമ്മളങ്ങനെ മുൻകൂട്ടി പ്രീ പ്ലാൻ ഒന്നും അങ്ങനെയല്ല. പക്ഷെ എന്നാലും വർഷത്തിലൊക്കെ 1-2 പ്രാവശ്യം പോവാറുണ്ട്. അപ്പോൾ എങ്ങനെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് കിടക്കൊക്കെ ഉണ്ടോ? ഓ, നാട്ടിൽ ഗ്യാപ്പ് കിട്ടുമ്പം അതിനനുസരിച്ച് പോകും സ്ഥലങ്ങളൊക്കെ. ഞാൻ മാക്സിമം 1 വീക്ക് 2 വീക്ക് ഒക്കെ ആയിട്ടാണ് അങ്ങനെ എടുക്കാറ്. കാരണം വർഷത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ പ്ലാൻ പോകുന്നുണ്ട്. ലീവ് കിട്ടുന്നതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ അല്ലേ? അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഇപ്രാവശ്യം ഡിസംബറിൽ പോകുമ്പോൾ എന്തായാലും ഇവനെ ഹാപ്പി ലാൻഡിൽ കൊണ്ടുപോകണം. ഓക്കെ, അവൻ ഒത്തിരി സന്തോഷമായിട്ട് നിൽക്കുകയാണ്. ഹാപ്പി ലാൻഡ് വൗച്ചർ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പി ലാൻഡ് വൗച്ചർ തരട്ടെ? ഞങ്ങളുടെ കുസൃതി ചോദ്യത്തിനൊക്കെ ആൻസർ തന്നിട്ട് നിൽക്കുകയാണ്. ഹാപ്പി ആയോ? എത്ര വൗച്ചർ വേണം? ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണോ? ആർക്കാ കൊടുക്കേണ്ടത്? ഏത് ഫ്രണ്ടിനാണ് കൊടുക്കേണ്ടത്? ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒന്നും പറ്റില്ല. എന്നാലും പറയേ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇവിടുത്തെ? ആൽബിനാണ് ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആൽബിന് കൊടുക്കാം. ആൽബിന് കൂടി ഒരു ഗിഫ്റ്റ് വെച്ച് കൊടുക്കാം. ആൽബിനോടുകൂടി പറയണം ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡിന് പോകണമെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് വൗച്ചർ ഇതാണ്. ഇനി ക്യാമറയിൽ നോക്കി ഒന്ന് ഹാപ്പി ലാൻഡ് എന്ന് പറഞ്ഞേ. ഹാപ്പി ലാൻഡ്. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ലാൻഡ് സ്പെഷ്യലിലെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. ഫോക്കസിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. സൈനിങ് ഓഫ് ഫ്രം അഞ്ജു ശ്രീകണ്ഠൻ. ഫോക്കസ് presented by Happy Land Amusement Park, തിരുവനന്തപുരം. Powered by Wayne Miracles. Co-powered by Green Bike UAE. Co-presents. This program is brought to you by DXN.